ഇപ്പോൾ ADGP ഇദ്ദേഹം സംരക്ഷിക്കുന്നത്, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ADGP RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആയിരിക്കാനാണ് ഒരുപാട് സാധ്യത. ആയിരിക്കാനാണ് സാധ്യത. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത് ആ മുഖ്യമന്ത്രി എനിക്കത് മറച്ചു വെച്ച് എന്താണ് താങ്കൾക്ക് അറിയാമോ അതിന് പിന്നിൽ എന്താണെന്ന്? അല്ല, അതിന് പിന്നിൽ ഇപ്പം ഞാൻ ഇന്ന് സൂചിപ്പിച്ചല്ലോ. ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. വെറുതെ ഇപ്പോൾ ADGP അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു വിടില്ലല്ലോ. ADGP അതിൻ്റെ ഇടനിലക്കാരൻ മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ അദ്ദേഹം പോകില്ല എന്നാണ് ഞാൻ മിനിഞ്ഞാന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്. കാരണം അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് അദ്ദേഹം എന്തു പറയും? അദ്ദേഹം പ്രതിസന്ധികളെ മറികടക്കാൻ എന്തും ചെയ്യും. അതിനെ മറക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. ഒരു 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 വളരെ മോശപ്പെട്ട ഒരു ആയിരിക്കാം. ഐ ഡോണ്ട് നോ. അതൊക്കെ നിങ്ങൾ ജനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഞാൻ കണ്ണിൽ കാണാതെ എനിക്ക് നേരിട്ട് ഉറപ്പില്ലാത്ത കാര്യം എനിക്ക് പറയാം. അല്ല, ജനങ്ങൾ അതിൽ സാധ്യതകളെ പറയാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ADGPയെ അദ്ദേഹം അങ്ങോട്ട് അയച്ചത് എന്ന ആരോപണങ്ങളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. താങ്കളത് നിഷേധിക്കുന്നില്ല? ഞാൻ നിഷേധിക്കുന്നില്ല. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ, സംശയമുണ്ടല്ലോ. ആ സംശയത്തിൽ തന്നെയാണ് ജനം അദ്ദേഹത്തെ കാണുന്നത്. അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇല്ല, താങ്കൾ പറഞ്ഞു പൂരം കലക്കിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി. ആർക്കാണോ ജയിപ്പിക്കേണ്ടത്, ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി അയാളാണ് എന്ന് പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഞാൻ അങ്ങനെയാണെങ്കിൽ അപ്പം പറഞ്ഞാൽ പോരെ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കള്ളക്കടത്ത് സംഘത്തിനെതിരെ ശക്തമായ പോലീസ് നടപടികൾ എടുക്കുന്നതുകൊണ്ട് ആ പോലീസ് സംഘത്തിനെ നിർവീര്യമാക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ഈ മറ്റൊരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ താല്പര്യമാണോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങളെപ്പോലത്തെ പത്രക്കാർ ചോദിച്ചാൽ അത് അൻവറാണോ? അത് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ അത് എനിക്കറിയില്ല. പക്ഷെ അപ്പം എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതാണ് താങ്കളെ പ്രകോപിപ്പിച്ച ഒരു കാര്യവും. താങ്കളെ സംശയത്തിൽ നിർത്തി അത് താങ്കൾ തന്നെയാണ് എന്ന് താങ്കളെ കള്ളനാക്കുന്ന രീതിയിലുള്ള. മാത്രമല്ല, 3-4 തലമുറയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇരിക്കുന്ന വീട് 300 ചില വർഷം പഴക്കമുള്ള വീടാണ്. മനസ്സിലായ? അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കളയാമെന്ന് പിണറായി വിജയനല്ല, ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് നിർത്താം. നമുക്ക് തെറ്റിപ്പോയി. അത് തന്നെയാണ് പ്രകോപിപ്പിച്ചത്. മറ്റൊക്കെ സഹിച്ചല്ലോ. ഏതോ വലിഞ്ഞ് കയറി വന്ന കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ പറയാം. അതൊക്കെ പോട്ടെ, ഒക്കെ സമ്മതിച്ചു. ഒക്കെ അങ്ങനെ തന്നെ കൂട്ടാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ കുറ്റവാളിയാക്കേണ്ട ആവശ്യം അദ്ദേഹത്തില്ലായിരുന്നു. വേറെ പല മാർഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എടുത്ത് എന്താ? ഈ അന്വേഷണങ്ങൾ മുഴുവൻ വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്നെ ബുക്ക് ചെയ്യുകൂടെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് ഹാപ്പി അയച്ചോ. CM പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ വീട്ടിൽ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട ഇൻ്റർവ്യൂ ഈ വീട്ടിൽ വെച്ച് നടത്തിയതാണ്. ഈ സ്വർണം കൊണ്ടുവന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലിരുത്തി സംസാരിച്ചിട്ടുണ്ട്, അകത്തിരുത്തി സംസാരിച്ചിട്ടുണ്ട്, കാറിലിരുത്തി സംസാരിച്ചിട്ടുണ്ട്. അവരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പല ഗസ്റ്റ് ഹൗസിലേക്ക് അവരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ഈ തെളിവ് ഞാൻ എടുക്കേണ്ട പണിയല്ലത്, പോലീസ് എടുക്കേണ്ട പണിയായിരുന്നു. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് 10-20 ദിവസമായി. ഒരാളെ പോലീസ് വിളിച്ചിട്ടില്ല. അപ്പം ഈ വിളിച്ചതൊക്കെ എൻ്റെ ഫോണിലുണ്ടല്ലോ. ഇവിടെയൊക്കെ വന്നതിൻ്റെ CCTV ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഇതാ അൻവർ ഈ പറയുന്ന ഇന്ന ആള് സ്വർണം കൊടുക്കുന്ന കള്ളക്കടത്തുകാരനുമായിട്ട് ഇതാ അവൻ്റെ സംഭാഷണം, ഇതാ മറ്റേ CD, ഓ കള്ളക്കടത്തുകാർക്ക് അന്ന് CM പറഞ്ഞല്ലോ അൻവറിന് എങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് സീൽ ചെയ്ത് അങ്ങോട്ട് ഉള്ളിൽ തള്ളാന്നാ പിണറായി വിചാരിച്ചത്. പക്ഷെ പിണറായിൻ്റെ ബുദ്ധി മാത്രമല്ല VV അൻവറിന്. അതുകൊണ്ട് ആ പണിയെടുത്തിട്ട് ഇന്ന് അവിടെ കൊണ്ടുവരണ്ട്. മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. മീഡിയ വൺ കൊടുത്ത സ്റ്റോറിയാണ്. അതെ, മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. കേരളത്തിലെ ജനം കണ്ടല്ലോ. ഇത് വിലയിരുത്താനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ. ഇനി എന്നെ ജയിലിൽ തള്ളിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഇനി പിണറായിനെ ജയിലിൽ തള്ളിക്കോട്ടെ. ഈ സമൂഹത്തിന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയില്ലയോ എന്നതായിരുന്നു എൻ്റെ പേടി. സത്യത്തിൽ ഇന്ന് 4:30 ഞാൻ അവിടെ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ അറിയുന്നുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്ക് ഇവിടെ പോലീസാണ്. എൻ്റെ പല പ്രോപ്പർട്ടിയിലും പോലീസാണ്. അപ്പോൾ ഈ നെക്സസ് ഇവർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് കഴുത്ത് വെച്ച് കൊടുക്കണം അല്ലേ? ചെയ്യുമോ? അപ്പോൾ ഇനി അറസ്റ്റ് ചെയ്തോട്ടെ. ഇപ്പോഴും അറസ്റ്റ് താങ്കൾ പേടിക്കുന്നുണ്ട്? എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന്. എനിക്ക് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു കള്ളപ്പേര് ഉണ്ടായി വരരുതെന്ന് മാത്രം ആഗ്രഹമുള്ളായിരുന്നു.
അത് ഈ പൊതുസമൂഹത്തിന് ഞാൻ പഠിച്ചോണ്ട് പ്രാർത്ഥിക്കായിരുന്നു. മനസ്സിലായോ? ഒരു വ്യക്തി വന്നിട്ട് സ്റ്റേറ്റ്മെന്റില്ല, കുടുംബമാണ് വന്നത്, നിങ്ങൾ കണ്ടല്ലോ. അതെ, അതിനവർ തയ്യാറായത് എന്താ? ഞാൻ എൻ്റെ ദുരന്തം അവരോട് പറഞ്ഞോണ്ടാ.